മോദിയുടെ 3.0, അതായത് മൂന്നാം ടേം. ഇപ്പോൾ മഹാരാഷ്ട്രയും ഹരിയാന ഇലക്ഷൻ്റെ റിസൾട്ട്, ജാർഖണ്ഡ്, അപ്പോൾ ഇതെല്ലാം കൂടെ മുന്നിൽ വെച്ചുകൊണ്ട്, അതായത് തുടക്കത്തിൽ മൂന്നാമത്തെ മോദി മന്ത്രിസഭ, അതായത് ചരിത്രമാണ് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ നെഹ്റുവിന് ശേഷം മൂന്നാമതും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഒരു വ്യക്തി കയറി വരുന്നു. ഈ പറയുന്ന പോലെ വലിയ ഭൂരിപക്ഷ കുറവിൻ്റെ കാര്യമല്ല മൂന്നാം ടേം എന്ന് പറയുന്നത്. പക്ഷെ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ അമേരിക്കൻ സ്വദേശി ഒരു ചെറുപ്പക്കാരൻ, ഇദ്ദേഹം ടെക്കിയാണ്, ഇന്ത്യയിലും ജോലി ചെയ്തിട്ടുണ്ട് ഏകദേശം 14 വർഷം ജെറ്റ് എയർവേസിൽ. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ കുടിയേറി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെ രീതിയിലാണ് മോദിയുടെ 3.0 ഇതിനെപ്പറ്റി അദ്ദേഹം നോക്കിക്കാണുന്നത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സർ. ഈ മിഥുൻ, എന്തൊക്കെ രീതിയിലാണ് മോദിയുടെ 3.0, അതായത് തുടക്കത്തിൽ മോദി ഒന്ന് പതറി, കാരണം ഈ നിതീഷിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയോടുകൂടി പോകാൻ പറ്റുകയുള്ളൂ, പ്രധാനപ്പെട്ട പല ബില്ലുകളും പാസ്സാക്കാൻ പറ്റിയില്ല പാർലമെന്റിൽ, അത് ഡിബേറ്റിന് വന്ന് മാറ്റിവെക്കേണ്ടി വന്നു, പിന്നെ JPCക്ക് വിടേണ്ടി വന്നു, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ ഏത് രീതിയിലാണ് ഈ മഹാരാഷ്ട്ര ഇലക്ഷനും ഹരിയാന ഇലക്ഷനോട് കൂടി, കാരണം രണ്ടും ക്രൂഷ്യൽ സ്റ്റേറ്റ് ആണ്, അതായത് ഒന്ന് ഒരു കർഷക സമരം നടന്ന സ്റ്റേറ്റ് ആണ് മറ്റേ ഹരിയാന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രതിപക്ഷങ്ങളെല്ലാം പറഞ്ഞു ഇന്ത്യയിലെ കർഷകരെല്ലാം പ്രശ്നമായി. അതേപോലെ തന്നെ കർഷക സമരം നടന്ന മറ്റൊരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ പിന്നീട് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയെ ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ്, ചരിത്ര വിജയമാണ് നേടിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് പിന്നെ വരാൻ പോകുന്ന മോദിയെ താങ്കൾ നോക്കിക്കാണുന്നത്? ഓക്കെ, അതായത് ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ അവരുടെ ഒരു മോശം പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈ 2 വട്ടം, മൂന്നാമത്തെ വട്ടമാണ് BJP അധികാരത്തിൽ വരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് BJPനെ ഇതുവരെ മനസ്സിലായിട്ടില്ല. BJP എന്ന് വെച്ചാൽ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ പരാജയം നുണയുമ്പോൾ കരുത്താർജിക്കുന്ന പാർട്ടിയാണ് BJP. കോൺഗ്രസ് അങ്ങനെയല്ല. ഒരു ചെറിയൊരു വിജയം നുണഞ്ഞാൽ പിന്നെ നുണഞ്ഞുകൊണ്ടേ ഇങ്ങനെ പൊക്കോളും. 6 മാസമായി അവർ കൂട്ടം കൂടി ഈ ഒരു മഹാസഭ ഉണ്ടല്ലോ, അവർ 10-30 പാർട്ടി കൂടി മഹാങ്ങാടി അവർ കൂട്ടം കൂടിയിട്ട് 6 മാസമായി. അന്നൊരു ഫോട്ടോ എടുത്ത് പോയി എവിടെയോ, പിന്നെ അവരെ കാണാനില്ല. ഓക്കെ, കം ടു ദ പോയിന്റ് എന്ന് പറയുന്നത് മോഡി 3.0 കരുത്താർജിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവർ സെൽഫ് റിട്രോസ്പെക്ട് നടത്തി, കാരണം പരാജയത്തിന്റെ അവർ അംഗീകരിച്ചു. ഓക്കെ, അവർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി, അവർക്ക് ഉള്ളിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. അവർ ഉടനടി ഹരിയാനയിൽ ലീഡർഷിപ്പ് മാറ്റി, പുതിയൊരു മുഖ്യമന്ത്രിനെ കൊണ്ടുവന്നു, അത്ഭുതകരമായിട്ട് ജയിച്ചു. അപ്പൊ കോൺഗ്രസിൽ അവിടെ നടക്കുന്ന തർക്കമായിരുന്നു ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന്. അതായത് എതിരാളികളുടെ ന്യൂനത മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുന്ന പാർട്ടിയാണ് BJP. അതായത് BJPനെ മനസ്സിലാക്കാൻ ഇനിയും കോൺഗ്രസിനും പാർട്ടികൾക്കും ഇനി ഒരു 50 വർഷം എടുക്കും. ഇനി അടുത്ത് പറയാം. ഇനി മഹാരാഷ്ട്രയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അല്പം പുറകിലേക്ക് മാറിയിരുന്നു. അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ നയിക്കട്ടെ, അവിടെ ഫഡ്നാവിസ് ഉണ്ടല്ലോ മിടുക്കനായിട്ട് ഉപമുഖ്യമന്ത്രി, അദ്ദേഹവും RSS നയിക്കട്ടെ. അദ്ദേഹം ഇലക്ഷൻ അവസാന സമയത്ത് ക്യാമ്പയിനിങ്ങിലായിരുന്നു, പുറത്ത് അദ്ദേഹം വിദേശ യാത്രയായിരുന്നു. അബ്സല്യൂട്ട്ലി BJPയുടെ ഇതുവരെ ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ് അവരുടെ സംഘടനാ ബലം. അല്ല, അതിനകത്ത് പ്രത്യേകം നോക്കി കാണുന്നത് മുംബൈ, പൂനെ എന്നൊക്കെ പറയുന്ന സിറ്റികൾ ബേസിക്കലി അർബൻ സിറ്റികളാണ്. അപ്പൊ കഴിഞ്ഞ 2024 പാർലമെന്റ് ഇലക്ഷനിൽ BJP കനത്ത പ്രഹരം കിട്ടിയതാണ് ഈ സിറ്റികളിലൊക്കെ. അപ്പൊ അവിടെ വലിയ രീതിയിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് രീതിയിലുള്ള സൂചനയാണ് താങ്കൾക്ക്? അതായത് ഇപ്പോഴും ഇവർ സംവിധാൻ അല്ലെങ്കിൽ കാസ്റ്റ്, പിന്നെ അതുപോലെ അദാനി, ബോംബെ എന്ന് പറയുന്നത് എന്താ പറയുന്ന ഒരു നമ്മൾ ഫൈനാൻസ് ക്യാപിറ്റലാണ്. ഓക്കെ, ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. അമേരിക്കൻ ഇലക്ഷന് ഏറ്റവും ഇൻഫ്ലുവൻസ് ആയ 2 ആൾക്കാർ, ഇയോൺ മസ്കും ഈ പറയുന്ന ജോ റോഗനൊക്കെ, അവരൊക്കെ ക്യാപിറ്റലിസ്റ്റ് ആണ്. അതായത് ഇവിടെ ക്യാപിറ്റലിസ്റ്റ് വിജയിച്ചു കഴിഞ്ഞു. ഇവിടെ എന്താ തോളോട് തോളാണ് ഇയോൺ മസ്കും ട്രംപും കെട്ടിപ്പിടിക്കുന്നു, എന്തൊക്കെ കാണിക്കുന്നവരല്ലേ, ഡാൻസ് കളിക്കുന്നു. അപ്പൊ അദാനിയുടെ പേരും പറഞ്ഞ അവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധി വെച്ചു തുടങ്ങി. അദാനി ഇന്ത്യക്ക് ഒരു അസറ്റാണ്. അദ്ദേഹം ഒരു ക്യാപിറ്റലിസ്റ്റ് ആണ്. ബോംബെ പോലുള്ള സംസ്ഥാനത്തിന് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഈസ് ഗെറ്റിംഗ് മണി ഫ്രം US. നമ്മളെ കണ്ടതല്ലേ അല്ലേ, ഇവിടുന്ന് പൈസ കൊണ്ട് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യൻ എക്കോണമിനെ ബൂം ചെയ്യുന്ന വ്യക്തി കള്ളനാണെന്ന് പറഞ്ഞാൽ ബോംബെക്കാർ വിശ്വസിക്കില്ല. വേറെ പ്രോബ്ലംസ് കാണുമായിരിക്കും, പക്ഷെ ദേ നീഡ് ക്യാപിറ്റൽ ടു കം. അവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണം, അബ്സല്യൂട്ട്ലി ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഗവൺമെന്റ് എല്ലാത്തിനും പരിമിതികളുണ്ട്. പ്രൈവറ്റ് സെക്ടറിനെ പുഷ് ചെയ്തേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. കാരണം ഗവൺമെന്റ് എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ, അപ്പൊ അവരും ബേസിക്കലി BJPക്ക് അനുകൂലമായിട്ട് 24 പാർലമെന്റ് ശേഷം ചിന്തിക്കുന്നു. അപ്പൊ അതിന്റെ എന്താണ് താങ്കൾ നോക്കിക്കാണുന്നത്? ചെറുപ്പക്കാരെ ഭാഗത്തുനിന്നുള്ള അവർക്ക് മനസ്സിലായി തുടങ്ങി ജോലി വേണം. കാരണം ജോലി മാത്രം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. കാരണം ഇന്ത്യ വി സി എ ഡെവലപ്മെന്റ് ഫ്രം 1.0 2.0 ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഗഡ്കരിയുടെ ലീഡർഷിപ്പ് നടന്ന ആ ഒരു അബ്സല്യൂട്ട്ലി ഹൈവേസിന്റെ ഒരു മാറ്റി മറിച്ചു. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരു ചരക്ക് ഇവിടുന്ന് ഇപ്പൊ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ എത്താൻ നിസ്സാര സമയങ്ങൾ മതി, അല്ലേ, നിസ്സാര സമയം മതി. അപ്പോൾ അതിനുശേഷം പിന്നെ എന്തായി,
നമുക്ക് ആളുകൾക്ക് സാധനങ്ങൾ വില കിട്ടി തുടങ്ങി. കാരണം കർഷകർക്ക് പോയിന്റ് A to B സമയം കുറഞ്ഞു തുടങ്ങി. പെരിഷബിൾ ഗുഡ്സ് ഒക്കെ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞു. പോർട്ടിൽ നിന്ന് കയറി പോകുന്നു. എത്ര പോർട്ടുകളാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്? മുദ്ര പോർട്ട്, നമ്മുടെ ഇവിടെ വിഴിഞ്ഞം പോർട്ടുകൾ. ഡെവലപ്മെന്റ് കണ്ടു തുടങ്ങി. ഡെവലപ്മെന്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഫോക്സ്കോൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഐഫോൺ മാനുഫാക്ചറിങ്, അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കൊടുത്തു. ആര് കൊടുത്തു? മോദി കൊടുത്തു. കോൺഗ്രസ് ആർക്കാ പത്മവിഭൂഷൺ കൊടുത്തിരിക്കുന്നത്? തൃശ്ശൂർ ആൾക്ക് കൊടുത്തു ഓർമ്മയില്ല, അയാൾ എന്തോ കേസിലേക്ക് അറസ്റ്റിലായി. ബേസിക്കലി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് ഇവിടെ കൊടുക്കുന്നത്. കാരണം ഹി നോസ് ദാറ്റ് ഫോക്സ്കോൺ ഇന്ത്യയിൽ വരണം 10 ബില്യൺ 20 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. എത്ര ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും? ചെറുപ്പക്കാരെന്താ പറയുന്നത്? അവർ TV വാച്ച് ചെയ്യില്ല, അവർ സോഷ്യൽ മീഡിയയിൽ ദേ ക്യാൻ സീ ദ ചേഞ്ച്. ഇന്ത്യ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനവർക്കറിയാം ഇന്ത്യയിൽ ഒരു സുസ്ഥിര ഭരണം വരണം. കാരണം നിതീഷും നായിഡും കൂടി അവർക്കറിയാം പിടിവലി. നൗ ദേ അബ്സല്യൂട്ട്ലി ഔട്ട് ഓഫ് ദിസ് പിക്ചർ. ഇനി അങ്ങോട്ട് അവരുടെ പാർട്ടി ഉണ്ടാവില്ല. അതിനാണിരുന്നു മോഡിക്ക് യുവാക്കൾ കൊടുത്ത വിജയമാണ് മഹാരാഷ്ട്രയും ഹരിയാന. അതേപോലെ തന്നെ ഇന്ത്യൻ റൂറൽ ഇന്ത്യ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കർഷക സമരം, കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതൽ ഉണ്ടായ സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര, ആന്ധ്ര, അതേപോലെ തന്നെ ഹരിയാന. അപ്പൊ ഇതിനെപ്പറ്റി, കാരണം അവര് പെട്ടെന്ന് മോദിക്ക് അനുകൂലം, കാരണം മോദിയെ എതിർത്തു, പക്ഷെ മോദിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുക. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതിൽ അവർക്കൊരു സെൻസ് ചെയ്തു. കാരണം അവരെ അടുത്ത് നിന്ന്, കാരണം ഈ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തില്ലോ, അദ്ദേഹം ഈ ഏരിയയിൽ കൂടെ ഒക്കെ പോയപ്പോഴും രാഹുൽ ഗാന്ധിക്ക് പതുൽ കഴിഞ്ഞ ഒരു പിന്തുണ അവിടെ നിന്ന് കിട്ടി. അത് അവർക്ക് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെന്ന് അവർ പഠിക്കുവരും, ദേ കീപ്പ് വാച്ചിങ്. അതായത് രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് മനസ്സിലായി. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഏരിയയിൽ നിന്ന് ഈ കർഷക, ഈ പറയുന്ന OBC കാസ്റ്റുകൾ അവരൊന്ന് പോയി എന്ന് അവർക്ക് മനസ്സിലായി. 38% OBC ആണ് അവിടെ മഹാരാഷ്ട്രയിൽ. 190 മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്ന അവരാണ്. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? OBC is moving away. അവരുടെ പ്രശ്നങ്ങൾ എന്താണ്? അതിന് പഠിക്കാൻ വേണ്ടി അവർ OBC അവർ മാറിപ്പോയ നേതാവിനെ കൊണ്ടുപോകുന്നു. അവർ ഫോക്കസ് ചെയ്തു അവിടെ. അപ്പൊ അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി അവർ കണ്ടെത്തോണം ആരാണ്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് നടത്താൻ സാധിക്കില്ല. ഇന്ത്യ വലിയൊരു രാജ്യമാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ പറയുക, നൂക്കാൻ കോർണറിൽ പോയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ സാധിച്ചൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങൾ അവർ കാണുമ്പോൾ അതിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെയാണ് അവർ അവിടുത്തെ മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങൾ തീർത്തവർ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ മറ്റൊരു സംഭവം ഉണ്ട്. ഏറ്റവും കൂടുതൽ പവർ ഷോർട്ടേജ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. അപ്പം പവർ ഷോർട്ടേജ് മാറ്റി, അത് എനർജി എന്ന് പറഞ്ഞ സംഭവം അവർക്ക് കൊടുത്തു. പക്ഷെ പണം ചാർജ് ചെയ്തു, ഫ്രീ ആയിട്ടൊന്നും കൊടുക്കത്തില്ല. അപ്പം അതും ഈ പറയുന്ന സ്ത്രീകൾക്ക് എല്ലാ മാസവും പണം കൊടുക്കാൻ തുടങ്ങി. ഇത് ഏത് രീതിയിലുള്ള പോപ്പുലർ ആയിട്ടുള്ള ഡിസിഷനായിട്ട് താങ്കൾ കാണുന്നത്? അവരുടെ റേവഡി സ്കീം എന്ന് പറയുന്നത്, അതായത് സ്ത്രീകൾക്ക് ബോണസ്, ദീപാവലി ബോണസ്, അത് അവർക്ക് മനസ്സിലായി സ്ത്രീകളാണ് നിശ്ചയിക്കുന്നത്. അത് ഷിൻഡെയുടെ നല്ലൊരു സ്കീമായിരുന്നു. കാരണം സ്ത്രീകളാണ് നിശ്ചയിക്കുന്നത് ആര് വോട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സ്ത്രീകളെ ആകർഷിക്കാൻ തീരുമാനിച്ച റേവഡി സ്കീം, അതായത് അവർക്ക് ദീപാവലി, അത് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. അവർ വി എഗ്രി ഡോണ്ട് എഗ്രി ദീസ് പറയുന്ന ഫീബീസിന്, ബട്ട് കോൺഗ്രസ് ഇതുപോലെ ഫ്രീ ബീസ് ആണ് കൊടുക്കുന്നത് മറ്റു സ്റ്റേറ്റുകൾ. ഇത് അർഹരായി അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. കാരണം സ്ത്രീകളല്ലേ, അവർ കുടുംബം നടത്തുന്നവരാണ്, കിട്ടട്ടെ. ദാറ്റ് ഈസ് മൈ. പക്ഷെ അത് നല്ലൊരു തീരുമാനമായിരുന്നു. അബ്സല്യൂട്ട്ലി വെരി ഗുഡ്. ആൻഡ് സാർ പറഞ്ഞ വൈദ്യുതി, കാരണം മോഡി, ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗുജറാത്തിൽ 2000 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗുജറാത്തിലെ പല ഗ്രാമങ്ങളിലും വൈദ്യുതി കിട്ടില്ല. 24 മണിക്കൂറും പവർ കട്ട് അവിടെ. ഇപ്പൊ 24 മണിക്കൂർ പറഞ്ഞാൽ പവർ ഇല്ല അവിടെ. അതിന് അദ്ദേഹം കൊണ്ട യോജനകള് എന്താ പറയുക, സർപ്ലസ് ആക്കിയ സംസ്ഥാനത്തെ. നെക്സ്റ്റ് എന്താ, അദ്ദേഹം അവിടേക്ക് മാറി, എവിടേക്ക് വന്നു? മഹാരാഷ്ട്ര. കാരണം മഹാരാഷ്ട്ര ഫൈനാൻസ് ക്യാപിറ്റൽ, അവിടെ ഇൻഡസ്ട്രി കൊണ്ടിരിക്കുന്നത്. കാരണം പോർട്ട് അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സെയിം സ്കീം അദ്ദേഹം അങ്ങോട്ടും കൊണ്ടുവന്നു. കാരണം അവിടെ ഭരണം കിട്ടി, 2 വട്ടം അവരായിരുന്നല്ലോ ഭരിച്ചേ. അപ്പൊ ഈ സ്കീമുകളുടെ ബെനിഫിറ്റ് ആർക്ക് കിട്ടുന്നു? കോമൺ ആൾക്കാർക്ക് കിട്ടുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ പറഞ്ഞ പ്രൊപ്പഗണ്ട നിങ്ങൾ തെളിയിക്കേണ്ട. അവിടെ ഗ്രൗണ്ട് ലെവലിൽ പോയി അന്വേഷിച്ചാലും, ഞാൻ അന്വേഷിച്ചു, കുറെ സുഹൃത്തുക്കൾ ഈ പറയുന്ന താനെ, അതോടൊപ്പം തന്നെ നായികാ ഭാഗത്തുണ്ട്, അവർക്കെല്ലാം ഈ പറയുന്ന യോജനകളുടെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അവിടെ. പിന്നെ താങ്കൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് വൈബ്രന്റ് ഗുജറാത്ത്. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ അഭിപ്രായം? വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. 2003 വൈബ്രന്റ് ഗുജറാത്ത് വരുന്നത്. 2003 ഇന്ന് 21 വർഷങ്ങൾക്ക് മുമ്പ് ടോപ്പ് ഫോർച്യൂൺ 500 കമ്പനികളിൽ 100 കമ്പനിക്ക് പ്രസൻസ് ഉണ്ട് അവിടെ ഗുജറാത്തില്. ഗ്ലോബൽ $5 ബില്യൺ അന്ന് കൊണ്ടുവന്നു. ഇന്ന് 2003 ചിന്തിച്ചു നോക്കാൻ പറ്റും. $5 ബില്യൺ അന്ന് കൊണ്ടുവന്നു. നമ്മുടെ നാട് പോലെ എന്താ പറയുക, ഒരു വർഷം നടത്തി, കൂട്ടം കൂടി ഫോട്ടോ എടുത്തു, കാപ്പി പിടിച്ചു, അതല്ല. 2003 നടത്തി, 2005 വന്നു, ഇപ്പോഴും നടക്കുന്നു. ഇപ്പോൾ നടക്കുന്ന അദ്ദേഹത്തിന് അണ്ടറിൽ ഒരു ചീഫ് സെക്രട്ടറി അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നേ. ആൻഡ് ഇറ്റ്സ് പേഴ്സണലി അണ്ടർ ഹിം. അദ്ദേഹം ചൂസ് ചെയ്യുന്നു ആരെ കാണണം, എവിടെ കാണണം, എവിടെ വരണം എന്നൊക്കെ. ഇന്നലെ $5 ബില്യൺ ഓൾമോസ്റ്റ് ഒക്കെ 25 ബില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എവിടെ കിടക്കുന്നത്? ഗുജറാത്തിൽ കാണുന്നത്. ചിന്തിച്ചു നോക്കണേ, ഈ മാറ്റങ്ങൾ നമ്മളാരും പറഞ്ഞു തരില്ല. ഇതൊക്കെ കണ്ടു പഠിക്കണം. ഞാൻ പഠിച്ചു ഇവിടെയുള്ള ഗുജറാത്തിൽ. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ടുള്ള അവലോകനമാണ്. അതിനകത്ത് മിഥുൻ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. മോദി 3.0. അപ്പൊ അതായത് ഇന്ത്യ ഒരു വലിയ മാറ്റത്തിന്റെ എഡ്ജിലാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം
വലിയ രീതിയിൽ ഒരു ഗ്ലോബൽ പവറായിട്ട് മാറും. താങ്ക് യു വെരി മച്ച്.